ഫസ്റ്റ് മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഡിഫോർമേഷൻ്റെ ബേസിക് പ്രോബ്ലംസ് നിങ്ങൾ പഠിക്കണം. ടേംസ് വെച്ചിട്ട് സ്ട്രെസ് കണ്ടുപിടിക്കാനും സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള നമ്മൾ നോട്ടിൽ ചെയ്ത പോലെ ഡിഫോർമേഷൻ കണ്ടുപിടിക്കാനുള്ള ബേസിക് പ്രോബ്ലംസ് പഠിക്കുക. ഏതാ PL/AE വെച്ചിട്ട് ക്രോസ് സെക്ഷൻ റെക്റ്റാങ്കുലറും സർക്കുലാർ വരുന്ന ടൈപ്പിൻ്റെയും പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക നോട്ടിലുള്ള പോലെ. പിന്നെ വേരിയിങ് ക്രോസ് സെക്ഷൻ വരുമ്പം ഡിഫോർമേഷൻ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്, അതും നോട്ടിൽ നോക്കി ചെയ്ത് പഠിക്കുക. പിന്നെ അതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട യൂണിഫോംലി ടേപ്പറിങ് സർക്കുലാർ സെക്ഷൻ നമ്മൾ പഠിച്ചു. യൂണിഫോംലി ടേപ്പറിങ് സർക്കുലാർ സെക്ഷൻ്റെ ഇക്വേഷൻ എന്താ? 4PL/πE d1 d2. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ അതിൽ തന്നെ കമ്പൈൻഡ് ബാർ വരും. ഏതാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രോബ്ലം നോക്കുകയാണെങ്കിൽ എ ബാർ ഓഫ് സർക്കുലാർ ക്രോസ് സെക്ഷൻ ഹാവിങ് 3 സെക്ഷൻസ് ഷോൺ ഇൻ ഫിഗർ. 3 സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. A to Bയിൽ വരെ റെക്റ്റാങ്കുലർ സെക്ഷനാണ്, B to Cയിൽ യൂണിഫോംലി ടേപ്പറിങ് സെക്ഷനാണ്, C to D അഗെയിൻ റെക്റ്റാങ്കുലർ സെക്ഷനാണ്. അപ്പം പോർഷൻ AB ഹാസ് എ കോൺസ്റ്റൻറ്റ് ഡയമീറ്റർ 25. ABക്ക് കോൺസ്റ്റൻറ്റ് ഡയമീറ്റർ 25 ഉണ്ട്. പിന്നെ ഇതിന് BC പറയുവാണെങ്കിൽ 25 അറ്റ് B പോർഷനിൽ 25 ആണ്. പിന്നെ യൂണിഫോംലി ടേപ്പറിംഗ് ആണ് ടു എ ഡയമീറ്റർ D. C പോയിന്റ് വരുമ്പോഴത്തേക്കും D എന്ന് പറയുന്ന ഡയമീറ്റർ അത് തന്നിട്ടില്ല. ഓക്കെ, ഇത് പോർഷൻ CD എന്ന് പറയുന്ന പോർഷൻ എഗെയിൻ ഒരു റെക്റ്റാങ്കുലർ സെക്ഷനാണ്, അതിനൊരു കോൺസ്റ്റൻറ്റ് ഡയമീറ്റർ DU ആണ്. ഇതിൻ്റെ ഇലോങ്ങേഷൻ തന്നിട്ടുണ്ട്. ബാറിൻ്റെ ഇലോങ്ങേഷൻ എത്ര എന്നാണ് തന്നേക്കുന്നത്? 0.539 ആണ്. അണ്ടർ ആൻ ആക്സിയൽ ടെൻസൈൽ ലോഡ് ഓഫ് 20 kN. ഒരു 20 kN ടെൻസൈൽ ലോഡ് ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇയുടെ വാല്യൂ എത്രയാണ് തന്നേക്കുന്നത്? 200 GPa ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡിഫോർമേഷൻ DL തന്നിട്ടുണ്ട്, P ലോഡ് തന്നിട്ടുണ്ട് 20 kN. എഗെയിൻ ഇയുടെ വാല്യൂ എത്രയാണ്? 200 GPa. വാട്ട് ഡു യു മീൻ ബൈ GPa? ജിഗ എന്ന് പറഞ്ഞാൽ 10⁹9, പാസ്കൽ എന്ന് പറഞ്ഞാൽ Nm/m². ജിഗ 10⁹9, പാസ്കൽ Nm/m² ആണ്. അപ്പോൾ 10⁹9 അവിടെ നിർത്തി. മീറ്റർ²നെ നമുക്ക് എന്താക്കണം? മില്ലിമീറ്റർ ആക്കണം. മില്ലിമീറ്റർ ആക്കണമെങ്കിൽ ഡിനോമിനേറ്ററിലാണ്. സോ 10⁻³ 10⁻6 ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അത് ന്യൂമറേറ്ററിൽ പോകുമ്പം 10⁻⁻6 ആകും. ഓക്കെ, 10⁻⁻6, 9ഉം -6 കൂടെ എത്ര ആവും? 10⁻³ Nm/mm². അപ്പോൾ ഈ കൺവേർഷൻ എപ്പോഴും ഓർത്തോണം. പാസ്കൽ തന്നാൽ Nm/m² ആയിരിക്കും, അതിനെ mm² ആക്കാൻ ഇൻറ്റു 10⁻⁻3, Nm/m²നെ Nm/mm² ആക്കാൻ ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 10⁻⁻6 ചെയ്യുക. പിന്നെ ജിഗായാണോ മെഗായാണോ നോക്കി അതിൽ നിന്ന് 10⁻⁻6 മൈനസ് ചെയ്ത് കഴിഞ്ഞുള്ള ആൻസർ എഴുതുക. ഇനി ഇവിടുത്തെ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ A to Bയിൽ ഉണ്ടാകുന്ന ഡിഫോർമേഷൻ DL1, B to Cയിൽ ഉണ്ടാകുന്ന ഡിഫോർമേഷൻ DL2, C to Dയിൽ ഉണ്ടാകുന്ന ഡിഫോർമേഷൻ DL3. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ DL1 + DL2 + DL3 എന്ന് എഴുതാമല്ലോ. ടോട്ടൽ ഡിഫോർമേഷൻ എത്രയാണ് തന്നേക്കുന്നത്? 0.539 ആണ് തന്നേക്കുന്നത്. ഫസ്റ്റ് ബാറിൻ്റെ ഡിഫോർമേഷൻ ഇതെന്താ? റെക്റ്റാങ്കുലർ സെക്ഷനാണ് അല്ലേ? അതിൻ്റെ ഡിഫോർമേഷൻ എന്താ? PL/AE. സോ P ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആണ്, ഒറ്റ ലോഡേ ഉള്ളൂ. സോ Pക്ക് നമുക്ക് P എന്ന് എഴുതാം. ഫസ്റ്റ് സെക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ലെങ്ത് L1 ഡിവൈഡഡ് ബൈ ഏരിയ മാറും A1. ചേഞ്ച് ചെയ്യോ? ഇല്ല, മൊത്തത്തിനും കൂടെ ഒരു ഉള്ളൂ, 200 GPa. അടുത്ത യൂണിഫോംലി ടേപ്പറിംഗ് സെക്ഷൻ്റെ ഡിഫോർമേഷൻ്റെ ഇക്വേഷൻ എന്താ? 4PL/πE d1 d2. സോ 4 P കോൺസ്റ്റൻ്റ് ആണ്, L എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പോർഷൻ്റെ ലെങ്ത്, L2 πE കോൺസ്റ്റൻ്റ് ആണ്, D1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡയമീറ്റർ, രണ്ടാമത്തെ ഡയമീറ്റർ D2. എഗെയിൻ തേർഡ് പോർഷൻ CD എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കുലർ സെക്ഷനാണ്, അതിൻ്റെ ഡിഫോർമേഷൻ ഇക്വേഷൻ എന്താണ്? PL/AE. സോ P കോൺസ്റ്റൻറ്റ് L3 ഡിവൈഡഡ് ബൈ A3E അറിയാമല്ലോ. ഇനി ഇതിനകത്തേക്ക് എന്ത് ചെയ്യുക? നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു. അറിയാവുന്ന വാല്യൂസ് 0.53. ഫസ്റ്റിൻ്റെ ലോഡ് എത്രയാണ്? 20 × 10⁻3. L എത്രയാണ്? 400 ഡിവൈഡഡ് ബൈ ഏരിയ ഫസ്റ്റ് സെക്ഷൻ എന്താ? റെക്റ്റാങ്കുലർ സെക്ഷൻ ആണോ? എന്താ ഇത്? ക്രോസ് സെക്ഷൻ സർക്കുലാർ ആണ്. ക്രോസ് സെക്ഷൻ സർക്കുലാർ മീൻസ് ഡയമീറ്റർ വന്നിട്ടുണ്ട് 25 ഡയമീറ്റർ ആണ് അല്ലേ? അപ്പോൾ ഏരിയ എങ്ങനെ എടുക്കും? π/4 d². അപ്പോൾ π/4 25² ഇൻറ്റു E നമ്മൾ ചെയ്തു. എഗെയിൻ അതുപോലെ ഇവിടെ 4 P 20 kN, L2 500, πE അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻറ്റു D1 D2. D1 നമുക്കറിയാം, ഇത് എത്രയാണ് തന്നിട്ടുണ്ട്? ഡയമീറ്റർ 25. C അറിയാമോ? ഇല്ല, അത് D ആണ്. സോ അതിനെ D എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടെ നമ്മൾ എന്ത് ചെയ്തു? D എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കണ്ടോ? D എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അതേപോലെ തേർഡ് സെക്ഷനും അവിടെ വരുമ്പോഴും P 20 × 10⁻3, L 600 ഡിവൈഡഡ് ബൈ A3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ എന്താ? സർക്കുലർ സെക്ഷൻ ഓഫ് ഡയമീറ്റർ D എന്നേ അറിയത്തുള്ളൂ, D എത്രയെന്ന് അറിയത്തില്ല. സോ ഏരിയ എങ്ങനെ എടുക്കാം? π/4 d² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇയുടെ വാല്യൂ അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് D എല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുവന്ന് സോൾവ് ചെയ്താൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുക. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയമീറ്ററിൻ്റെ ആൻസർ കിട്ടും.